കരിമ്പുഴ ലേക്ക്. പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു സാധാരണ കായൽ പോലെ തോന്നും. പക്ഷേ ഈ കായൽ ഒരിക്കൽ ഒരു ഭീകര രഹസ്യം മറച്ചുവെച്ചിരുന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ കരിമ്പുഴ ഗ്രാമം തൻ്റെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയിരുന്നു. അവിടെ ഒളിഞ്ഞിരുന്ന ഭീകര സത്യത്തെക്കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. വെള്ളപ്പൊക്കത്തിന് ശേഷം കായൽ വൃത്തിയാക്കാൻ പഞ്ചായത്ത് തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി ഒരു വലിയ ഹിറ്റാച്ചി മെഷീൻ കായലിൽ ജോലി തുടങ്ങി. ഹിറ്റാച്ചി കൊണ്ടുവന്ന് വൃത്തിയാക്കാം. ജോലി നടക്കുന്നതിനിടയിൽ ഇവിടെ എന്തോ ഹിറ്റാച്ചിയുടെ ബക്കറ്റിന് എന്തോ കട്ടിയായ വസ്തു തട്ടി. അത് മുകളിലേക്കെടുത്തപ്പോൾ എല്ലാവരും ഞെട്ടി. അതൊരു വലിയ നീല പ്ലാസ്റ്റിക് ബാരലായിരുന്നു. സംശയം തോന്നിയ നാട്ടുകാർ പോലീസിനെ വിവരമറിയിച്ചു. പരിശോധിക്കണം. ഇതിലെന്തോ വലിയ രഹസ്യമുണ്ടെന്ന് തോന്നുന്നു. ബാരലിനുള്ളിൽ സിമന്റിൽ ഉറച്ച നിലയിൽ ഒരു മനുഷ്യന്റെ അസ്ഥികൂടമുണ്ടായിരുന്നു. ഇതൊരു മനുഷ്യന്റെ അസ്ഥികൂടം. ഈ സ്ത്രീ ആരാണെന്ന് കണ്ടെത്തുക. അത് ആരുടേതാണെന്ന് കണ്ടെത്തുക എന്നതായിരുന്നു പോലീസിന്റെ വലിയ വെല്ലുവിളി. അസ്ഥികൂടത്തിന്റെ കാലിലുണ്ടായിരുന്ന സ്റ്റീൽ റോഡ് അന്വേഷണത്തിൽ വലിയ വഴിത്തിരിവായി. അവസാനം പോലീസ് കണ്ടെത്തി അത് സാവിത്രി എന്ന സ്ത്രീയുടെ മൃതദേഹമാണെന്ന്. അന്വേഷണം മുന്നോട്ടു പോയപ്പോൾ സാവിത്രിയുടെ അടുത്തവരായ അനിതയെയും രാകേഷിനെയും പോലീസ് ചോദ്യം ചെയ്തു. ഞങ്ങൾ അവളെ കൊല്ലാനല്ല കരുതിയത്. അവൾ ഉറങ്ങുകയാണെന്ന്. അവൾ ഉറങ്ങുകയാണ്. ഇപ്പൊ ആരും അറിയില്ല. വേഗം ചെയ്യും. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മറ്റൊരു സത്യം വെളിപ്പെടുത്തി. സാവിത്രിയുടെ ശരീരത്തിൽ കീടനാശിനി വിഷം കണ്ടെത്തിയിരുന്നു. സുരേഷ്, നീ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. സാവിത്രിയുടെ കൊലപാതകത്തിന്റെ നീനക്കിനി രക്ഷയില്ല മോനെ. സാവിത്രിയെ കൊന്നാലേ ഈ വസ്തുവക ഇനി എനിക്ക് തന്നെയാകും. സുരേഷ് സാവിത്രിക്ക് മുമ്പേ വിഷം കൊടുത്തിരുന്നു. പിന്നീട് സംഭവിച്ചത് അവരുടെ മരണത്തെ മറയ്ക്കാൻ നടന്ന മറ്റൊരു ദുരന്തം മാത്രമായിരുന്നു. ആ ദിവസങ്ങളിൽ ഈ മരുന്ന് 23 പേർ വാങ്ങിയിട്ടുണ്ട്. അതോടെ അന്വേഷണം മറ്റൊരു ദിശയിലേക്ക് തിരിഞ്ഞു. പോലീസ് ഗ്രാമത്തിലെ കൃഷിമരുന്ന് കടകളിൽ അന്വേഷണം. സുരേഷിന് കൃഷിയൊന്നുമില്ലല്ലോ. അപ്പൊ അയാള് തന്നെ ആള്. സുരേഷ്, നീ ഒരിക്കലും വിചാരിച്ചില്ലല്ലോ നീ തന്നെയാണ് ഈ കേസിൽ കുടുങ്ങുമെന്ന്. കരിമ്പുഴക്കായൽ ഒരു മൃതദേഹം മാത്രം മറച്ചുവെച്ചില്ല, ഒരു സത്യവും മറച്ചുവെച്ചു.